ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ്. ശ്ലീഹന്മാരുടെ കാലം മുതൽ നമ്മുടെ കർത്താവിൻ്റെ കുരിശ് ക്രിസ്ത്യാനികൾക്ക് രക്ഷയുടെ അടയാളമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും തനിക്ക് അഭിമാനിക്കാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ കത്തിൽ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് ശ്ലീഹ വ്യക്തമാക്കുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മുൻപ് സഭയിൽ കുരിശില്ലായിരുന്നു എന്നത് ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന ഒരു അബദ്ധധാരണയാണ്. റോമിലെ ആർക്കിയോളജിക്കൽ പഠനങ്ങളും അനേകം സഭാപിതാക്കന്മാരുടെ എഴുത്തുകളും ശ്ലീഹന്മാരുടെ കാലം മുതൽ വിശുദ്ധ കുരിശ് വണങ്ങിയിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ പ്രധാനം AD 165 മരിച്ച രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ ഒന്നാം അപ്പോളജിയിൽ വിശുദ്ധ കുരിശ് മഹത്വത്തിൻ്റെയും ശക്തിയുടെയും വലിയ അടയാളമാണെന്നും അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന അനേകം വസ്തുക്കളിൽ വിശുദ്ധ കുരിശ് ദർശിക്കാമെന്നും സാക്ഷിക്കുന്നതാണ്. കപ്പലിലെ പായ്മരത്തിലും പട്ടാളക്കാരുടെ കൊടിയിലും വിശുദ്ധ കുരിശ് കാണാം. എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യൻ 2 കൈകളും വിരിച്ചു നിൽക്കുമ്പോൾ അതിലും കർത്താവിൻ്റെ കുരിശ് ദർശിക്കാൻ സാധിക്കുന്നതാണെന്ന് വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ കാർത്തേജിലെ വിശുദ്ധ തെർത്തുല്യൻ AD 204 എഴുതിയ ഡി കൊറോണ മിനിറ്റ്സ് 3 എന്ന പുസ്തകത്തിൽ കുരിശടയാളം വരയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് തുടങ്ങാം. ഉറങ്ങാൻ പോകുമ്പോഴും ഉണരുമ്പോഴും പുറത്തു പോകുമ്പോഴും വരുമ്പോഴും ഭക്ഷണമേശയിലും നമുക്ക് കുരിശടയാളം വരയ്ക്കാം. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നതും നിത്യേനയുള്ള ഉപയോഗം മൂലം സ്ഥിരീകരിച്ചതും അനുദിന ജീവിതത്തിൽ വിശ്വാസം മൂലം നാം സൂക്ഷിച്ചു പോരുന്നതുമാണ്. മുകളിൽ പറഞ്ഞ ഈ 2 പ്രസ്താവനകളിൽ നിന്ന് ആദിമസഭയിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിശുദ്ധ കുരിശ് കണ്ടെടുക്കുന്നതിന് മുൻപ് തന്നെ സഭയിൽ കുരിശടയാളം ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ്. അതിനാൽ നമുക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നതിന് മുൻപ് നമുക്കും നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ചു തുടങ്ങാം. ആമേൻ.